Hello, good afternoon. Good afternoon. Yes. Okay, ready ആയോ എല്ലാവരും? ready-യോ? Yes. Sound കുറവാണ്. Sound ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കണ്ടോ നിങ്ങൾ? അവിടെ കുറച്ച് സൗണ്ട് കുറവാണ്. Yes, okay. അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്തു? എവിടുന്നാ തുടങ്ങണ്ടേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതാണ് ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ നമ്പർ എനിക്കറിയില്ല, ചില ആളുകളുടെ കയ്യിൽ ചിലപ്പോൾ പഴയ ടെക്സ്റ്റ് ആയിരിക്കാം, ചിലർക്ക് പുതിയതായിരിക്കും, അത് എങ്ങനെയാണെന്ന് അറിയില്ല. ചാപ്റ്ററിന്റെ പേര് നോക്കാം. നമുക്കറിയാം തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകളിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നെ കാണുമ്പോ അറിയില്ലേ ഞാൻ ഏത് ചാപ്റ്റർ എടുക്കണേന്ന്? ഒരു ചാപ്റ്റർ തന്നെ ഭയങ്കര ലെങ്തിയാണ്, സോ ലോങ് ആണ്. മാത്രമല്ല എനിക്ക് ആകെ ഒരു ക്ലാസ് ഉള്ളൂ വീക്കിലി, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്റർ കവർ ചെയ്യാനായിട്ട് ഇച്ചിരി സമയമൊക്കെ എടുക്കും. ഓക്കെ, പിന്നെ ചില ആളുകൾക്ക് നമുക്കറിയാം ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്നറിയോ? ഇത് സയൻസുകാർക്ക് ചിലപ്പോ സയൻസ് ഒക്കെ നമ്മൾ പ്ലസ് ടുവിനും ഡിഗ്രിയുടെ സയൻസ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും ഒക്കെ ചിലപ്പോ അത്ര കൊണ്ട് അങ്ങനെ എന്താ പറയാ അങ്ങോട്ട് ചിലപ്പോ അവർക്കത് അങ്ങനെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇച്ചിരി ലാഗ് വരുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി അവിടെ പുറകോട്ട് ഇച്ചിരി കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമുള്ളതാണ്. അപ്പൊ അന്നേരം അതൊരു കോമൺ ഒരു ടോപ്പിക് ആയിട്ട് മാറും. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് PG ഡിഗ്രി ഒക്കെ നിങ്ങൾ എന്താ പറയാ ബികോം ഒക്കെ എടുത്തവർക്ക് ചിലപ്പോൾ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം ഇങ്ങനെ ഒരു ചാപ്റ്റർ ഒക്കെ അവർക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എവിടെ പഠിച്ചു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? എവിടെന്നാ തുടങ്ങണ്ടേന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഏതാ നിർത്തിയത്? I think essential characteristics of a sound personal policy. ഒരു നല്ല തൊഴിൽ നയത്തിന് വേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ മുതൽ എടുക്കണം. റൈറ്റ്? ശരിയാണോ? ആണോന്ന് നിങ്ങൾ കൺഫേം ചെയ്താലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ല കുറച്ച് കഴിയുമ്പോ പറഞ്ഞോ, ആണെന്നാണോ പറഞ്ഞത്? യെസ് വേണമെന്നാണോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ നമ്മള് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ നമ്മള് എന്താ പറയാ ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ. ഒത്തിരി ബിസിനസ് ഫേമുകൾ, ഒത്തിരി ബിസിനസ് ഓർഗനൈസേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്. എന്താണ് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ഹൗ ആക്ടിവിറ്റീസ്, അതായത് ഒരു ഓർഗനൈസേഷന് അതിന്റെ എയിംസ്, നമുക്കറിയാം ഏത് ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ ഇറ്റ് ഹാസ് സം എയിം. മെയിൻ ആയിട്ടുള്ള കുറെ എയിമുകൾ, കുറെ എന്താ പറയാ അതിന്റെ ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകാം, പരമാവധി ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ ആ ബിസിനസിനെ മറ്റ് ഏരിയാസിൽ കൂടി എന്താ പറയാ ഡെവലപ്ഡ് ആക്കുക, അല്ലെങ്കിൽ മറ്റ് ഏരിയാസിലേക്കും കൂടി സ്പ്രെഡ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ എന്ന എയിം വെച്ചിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇന്ന ഒരു ബിസിനസിന്റെ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് അതേഴ്സ് മറ്റ് സൊസൈറ്റിയിൽ, മറ്റ് സമൂഹങ്ങളിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യണം, വ്യാപിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളുടെയും മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അല്ലെ, പരമാവധി ലാഭം ഉണ്ടാകുക. എങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിക്കോട്ടെ, ടു അച്ചീവ് ദാറ്റ് ഗോൾ ഓർ എയിം, ആ അത്തരം ഗോളുകൾ അല്ലെങ്കിൽ എയിമുകള് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നത്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. ടാസ്ക് ഷുഡ് ബി അലോക്കേറ്റഡ്, അതായത് ആ ഓർഗനൈസേഷനിലെ ഓരോ തൊഴിലുകളും മറ്റുള്ളവർക്കായിട്ട് ഇങ്ങനെ വിഭജിച്ചു കൊണ്ടുവരണം. എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്തു. അപ്പൊ ആ ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ബിക്കോസ് എല്ലാവരും ഒരാളുടെ കയ്യിലേക്ക് തന്നെ ബേർഡനായിട്ട് ഭയങ്കര ബാധ്യത പോലെ ഇങ്ങനെ ചുമത്തി കൊടുത്തു കഴിയുമ്പോൾ ആ ആളത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന കുറെ സ്ട്രഗിളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്ട്രെസ്സും സ്ട്രഗിളും ഒക്കെ അല്ലെ. നമുക്കറിയാം ഒരു
എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയാണ് നമുക്ക് ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ ഭയങ്കര ലാവിഷായിട്ട് അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും അല്ലെ, ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു കൊടുക്കും. ആ സമയം കോഡിംഗ് ജോലി നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് തീർത്താൽ മതി എന്നുള്ള രീതിയിൽ അല്ലെ, അങ്ങനെയൊക്കെ വരും. അപ്പൊ അത് അവിടെയുള്ള ടാസ്കുകൾ ഏത് ഓർഗനൈസേഷനിലും അവിടുത്തെ ടാസ്കുകൾ അലോക്കേറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ ടു കോർഡിനേറ്റ് അവിടെയുള്ള ജോലികളൊക്കെ ഏകോപിപ്പിക്കുക, ആൻഡ് ഓൾസോ സൂപ്പർവിഷൻ ഈ അവിടെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? directed towards the achievement of goals. ആ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരം ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് ഓർഗനൈസേഷന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ഹൗ ആക്ടിവിറ്റീസ് ലൈക്ക് ടാസ്ക് അലോക്കേറ്റഡ്, കോർഡിനേഷൻ ആൻഡ് സൂപ്പർവിഷൻ directed towards the achievement of organizational goal. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അതിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളായ ചില പ്രവർത്തനങ്ങളായ ടാസ്ക് അലോക്കേഷൻ, അതുപോലെ തന്നെ കോർഡിനേഷൻ, സൂപ്പർവിഷൻ എന്നീ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒന്നാണ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചിലപ്പോൾ ഞാൻ ഒറ്റ സെന്റൻസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടാകും. വൺസ് അഗൈൻ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, ബിക്കോസ് അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, we are going to study what are the concepts of organization structure. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെ കോൺസെപ്റ്റിൽ ബേസ്ഡ് ആണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഘടന എന്നുള്ളത്. അതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും നിങ്ങൾ പഠിക്കണ്ട. അതിന്റെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഞാൻ പറയാം, അന്നേരം അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ അവർക്ക് ഓരോരുത്തർക്കും, അതായത് ഓരോ ജോലിക്കാർക്കും ഓരോ എംപ്ലോയീസിനും അവർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ടാസ്കുകൾ അക്കംപ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ജോലികൾ എന്ത് ചെയ്യുക, ചെയ്തു തീർക്കുക. അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, പേഴ്സണൽ ആ സ്പെല്ലിംഗ് തന്നെ തൊഴിൽപരമായ സംതൃപ്തിയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഞാനിപ്പോ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ആ ജോലിയിൽ ആ ഓർഗനൈസേഷന് സംതൃപ്തി വേണം അല്ലെ, ഓർഗനൈസേഷൻ അതിന്റെ മാനേജ്മെന്റിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അല്ല, ഞാനത് മോശമായിട്ടാണ് ചെയ്യുന്നത്, ഈ പഠിപ്പിക്കൽ തന്നെ എന്താ പറയാ എന്താ പറയാ എന്തെങ്കിലും ആവട്ടെ, വെറുതെ നമ്മളുടെ കടമ കഴിക്കുന്നത് പോലെ അല്ലെ, ഒരു കർത്തവ്യ നിർവഹണം മാത്രമായിട്ട് മാറുകയാണ് അല്ലെ. വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നതും വെറുതെ ഒരു കടത്ത് കഴിക്കുന്നത് പോലെയൊക്കെ ചെയ്തു തീർക്കുന്നതിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓർഗനൈസേഷന്റെ ആ പരമാവധി ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ വെൽ പെർഫോമിംഗ് ആണ്, വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, ഭംഗിയായിട്ട് അത് അവസാനിപ്പിക്കുക, ജോലി കൊടുത്തിട്ടുള്ള ജോലി ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, തൊഴിൽപരമായ സംതൃപ്തി അവർക്ക് കിട്ടുക. അത് ഒരു എന്താ പറയാ കോൺസെപ്റ്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ. മറ്റൊന്നാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. എന്താ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് ഇപ്പൊ ഞാൻ when I am doing my duty, എന്റെ ജോലി ഞാൻ ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഞാൻ എന്താണ് എന്റെ ഒപ്പമുള്ള മറ്റു ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്താണോ അവരെന്താണോ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് മാത്രമല്ല, അവർക്ക് എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആക്കി കൊടുക്കുക, ആൻഡ് ഓൾസോ give some directions to act. എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം എന്നുള്ള ചില ഡയറക്ഷൻസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ടു ഫുൾഫിൽ ദാറ്റ് ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോരുത്തരും അവരവരുടെ കടമകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ ഡയറക്റ്റ് ചെയ്യുക അവരുടെ ജോലിയിലേക്കും. മാത്രമല്ല അവർക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് ചില ഡിസിഷൻസ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക, എന്നിട്ട് അവരെ കൊണ്ടും അത് ചെയ്യിക്കുക. അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ടു ഡു മൈ ഡ്യൂട്ടി ഓൾസോ. നമ്മൾ നമ്മളുടെ ജോലിയും ചെയ്യണം അല്ലെ. അപ്പൊ അതാണ് അതോറിറ്റി, ഒരു അധികാരം. എന്താണ് ഓർഗനൈസേഷൻ അതിന്റെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുന്ന മറ്റ് എംപ്ലോയീസിനെ സ്റ്റാഫിനെ കൊണ്ട് അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അതുപോലെ ഡിസിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുക. ദാറ്റ്സ് കോൾഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതൊരു അധികാരമാണ്. ഞാൻ ചെയ്യുന്നു, അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? എന്താണ് മനസ്സിലായോ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പൊ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ടു ആക്ട്. നമ്മൾ ആക്ട് ചെയ്യണം അല്ലെ. നമ്മൾ ഞാൻ വെറുതെ ഇരുന്നുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്യുമെന്ന് പറയുന്നതിലല്ല അല്ലെ, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്റെ ജോലി ഞാൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ മൈ വർക്കേഴ്സ് ഓർ സബോർഡിനേറ്റ്സ്, നമ്മുടെ കോവർക്കേഴ്സോ നമ്മുടെ താരമുള്ളവരോ ഓൾസോ ബി ഡിറ്റർമിൻ, അല്ലെങ്കിൽ അവർക്കും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അതോൾസോ അവരതനുസരിച്ച് ആക്ട് ചെയ്യാനും അവർക്കും തോന്നും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, ആൻഡ് ഓൾസോ റിസോഴ്സസ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ട
വിഭവങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ടു എന്താ പറയാ ഗിവ് ഡിറക്ഷൻസ്, പല കാര്യങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അത് അതോറിറ്റി എന്നത് കഴിയും. കാരണം നമ്മൾ തലപ്പത്താണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു എന്താ പറയാ ഒരു എൻറ്റിറ്റി ആണ്, ഒരു നിലനിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അവര് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു അധികാരം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുക, നമ്മളും സ്വയം ചെയ്യുക. ദാറ്റ്സ് കോൾഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. Next one is proper span of supervision. Proper span of supervision ആണ്. Proper span എന്താ? ഫുൾ ലെങ്ത്, അതായത് പരമാവധി ശരിയായ രീതിയിൽ സൂപ്പർവൈസ് ചെയ്യുക. ഓർഗനൈസേഷന്റെ ഏറ്റവും ടോപ്പ് ലെവൽ തുടങ്ങി ബോട്ടം ലെവലിലുള്ള എല്ലാ എംപ്ലോയീസിനെയും ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ടു ബി സൂപ്പർവൈസ്ഡ് ഫ്രം ടൈം ടു ടൈം. എല്ലാ സമയവും സമയാസമയങ്ങളിൽ എന്ത് ചെയ്യണം? അത് പരിശോധിക്കുക. വേണ്ട സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതനുസരിച്ച് നിർദ്ദേശം കൊടുക്കുക. ഒത്തിരി വലിയ കാര്യങ്ങളുണ്ട്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ നോക്കി എല്ലാവരും പണിയെടുക്കണ്ടല്ലോ, പോകുക, അതല്ല, പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അത് വെദർ ദേ ആർ പെർഫോമിംഗ് വെൽ, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ, അത് എംപ്ലോയീസിന്റെ കാര്യത്തിൽ അങ്ങനെ. ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യണം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോപ്പ് ആരാണോ, ഹെഡ് ആരാണോ, അവര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ? നമ്മള് ഓർഗനൈസേഷന് നേട്ടം ഉണ്ടാക്കി കൊടുക്കാനാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ? ഇതൊക്കെ അറിയുമെങ്കിൽ അവരുടെ അകത്തേക്ക് കടന്നു ചെല്ലണം, അല്ലെ? സൂപ്പർവിഷൻ. അപ്പൊ സൂപ്പർവിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ അവിടെ അവരൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, അതാണ് മറ്റൊരു കോൺസെപ്റ്റ്. മറ്റൊന്ന് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. എന്താ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന അർത്ഥം എന്താ? സ്പെഷ്യലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒഫ്താൽമോളജി സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം അത് അവരതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇതിനാണ്, അല്ലെ? കാർഡിയോളജി എന്ന് പറയുമ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നവർ പരിശോധിക്കുന്ന, അവർക്ക് മെഡിസിൻസ് കൊടുക്കുന്ന, അവർക്ക് ആരോഗ്യങ്ങൾ വരാതിരിക്കാനും പ്രിവെന്റ് ചെയ്യാനൊക്കെ ഉള്ള മെഷേഴ്സ് ഒക്കെ എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ കണ്ണിന്റെ, അപ്പൊ അതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈദഗ്ധ്യമുള്ളത്, വിദഗ്ധമായത്, അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അണ്ടർ സ്പെഷ്യലൈസേഷൻ, അതായത് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നതും മറ്റൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഏതിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ. ഇവിടെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് ഓർ സ്റ്റാഫ് ഷുഡ് ബി ഗിവൺ ലിമിറ്റഡ് ഡ്യൂട്ടീസ്. അവർക്ക് കൊടുക്കുമ്പോൾ ജോലികൾ കൊടുക്കുന്നില്ലേ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ്, ഒരുപാട് വർക്ക് ലോഡ് കൊടുക്കാതെ എന്ത് ചെയ്യാം? ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് അങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതൊക്കെ ആദ്യമൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ റിക്രൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ജോലികൾ, എന്നിട്ട് അവരുടെ പെർഫോമൻസ് ലെവലൊന്നും നമ്മൾ മെഷർ ചെയ്യാം. മനസ്സിലായോ? കുറച്ച് കൊടുക്കുക. അതിനുശേഷം ചെയ്യാം അത് റെഗുലർ ആയിട്ട് ആൻഡ് ഓൾസോ റിപ്പീറ്റഡ്ലി. നമ്മൾ എന്ത് ചെയ്യുന്നു? അത്തരം ആ ജോലി തരുമ്പോൾ നമ്മളത് റെഗുലർ ആയിട്ട് ചെയ്യുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് വി ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. അന്നേരം എന്ത് പറ്റും? നമ്മൾ ആ കുഞ്ഞു ജോലി നിരന്തരം ചെയ്യുകയും അതുപോലെ തന്നെ ദിവസേന ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താകും? അതിന് വിദഗ്ധരാകും, അല്ലെ? അങ്ങനെയാണ് ഈ ഒരു കാര്യം പഠിക്കുന്നത്. അപ്പൊ കുറെ കഴിയുമ്പോൾ നമ്മളത് കണ്ണടച്ചിരുന്ന് ചെയ്യും, ആ രീതിയിലാകും. അങ്ങനെ പറയാറില്ലേ, അല്ലെ? ഇപ്പൊ ഏറ്റവും അതുപോലെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കാരണം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് അവിടെ തെറ്റുകൾ പറ്റാൻ സാധ്യതകളില്ല. ഇപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ആദ്യമൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ കൊടുക്കുന്നു, അതവർ ചെയ്യട്ടെ. എന്നിട്ട് അവരതില് എന്താ പറയാ, ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആവട്ടെ. ചിലപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കൂടി കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ലിമിറ്റഡ് ഡ്യൂട്ടീസ് കൊടുത്തിട്ട് അലോട്ട് ചെയ്തിട്ട് ആൻഡ് വെദർ they are doing that while they are doing that job repeatedly and also routine ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ they become specialized. അവര് സ്പെഷ്യലൈസ്ഡ് ആകും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആയി. അതിന്റെ ഒരു ഡിഗ്രി മെഷർമെന്റ് നമുക്ക് എടുക്കാൻ പറ്റും. സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ? ഇപ്പൊ വളരെ വിദഗ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മളുടെ എന്താ പറയാ, നമുക്ക് ആ ഒരു സ്പെഷ്യലൈസേഷൻ ഓൾസോ മേക്സ് ഓൾ employees, ഈ പറയുന്ന എംപ്ലോയീസിനൊക്കെ while they are doing that duties routine ആയിട്ട് അവിടെ ചെയ്യുമ്പോൾ it makes them easier and also they become some experts in that particular job. അങ്ങനെ അവരത് എല്ലാ ദിവസവും routine ആയിട്ട് ചെയ്യുമ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ദിവസം ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഓരോ ദിവസം ചെയ്തോറും അത് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മളൊരു സൂചി ആദ്യമായിട്ട് കുട്ടിയുടെ കയ്യിലെടുത്ത് കൊടുക്കാതെ ഇതിനകത്ത് നൂലൊന്ന് ആക്കി തരാൻ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ കുട്ടി അറിയാൻ എനിക്കറിയില്ല അത് എങ്ങനെ ചെയ്യേണ്ടത്, അവിടെ ഒരു
ഒരു ഹോൾ കാണുന്നുണ്ട്, അതിൽ ഈ നൂലൊന്ന് ഇട്ട് തന്നാൽ മതി എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കും. അപ്പൊ ആ കുട്ടി ട്രൈ ചെയ്യും അല്ലെ. ട്രൈ ചെയ്യുമ്പോ അപ്പൊ ചിലപ്പോ കുറച്ച് സമയമൊക്കെ എടുക്കും അല്ലെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കണ്ണൊക്കെ എല്ലാം പോയി കിടക്കായിരിക്കും, കാരണം ഈ പറയുന്ന മൊബൈൽ യൂസ് ചെയ്തേ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, എടുക്കും അല്ലെ. പിന്നീട് കുറച്ച് വീണ്ടും നമ്മൾ അവരെ കൊണ്ട് അതേ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ വിതിൻ സെക്കൻഡിന്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലൊക്കെ അവർ നമുക്കാണെങ്കിൽ അത് ശരിയാക്കി തരും അല്ലെ. അങ്ങനെ എല്ലാത്തിലും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലും ഇതുപോലെ ലിമിറ്റഡ് ഡ്യൂട്ടീസ് ഹാവ് ടു ബി അലോട്ടഡ് ടു മേക്ക് ദം സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഓൾസോ ടു മേക്ക് ദം എക്സ്പെർട്ട് ബൈ പെർഫോമിംഗ് ദാറ്റ് ജോബ്. ആ ജോബ് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ട് ആകാനായിട്ട് വേണ്ടിയിട്ട് അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് ആദ്യം തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കട്ടെ. So that they become specialized in that particular field. ആ ഫീൽഡിൽ ആ ചെയ്യുന്ന ജോലിയിൽ സ്പെഷ്യലൈസ്ഡ് ആവും. ചില ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. പിന്നീട് നമ്മൾ ചെയ്യില്ല, എനിക്ക് അറിയില്ല നമ്മൾ മാറിയാലോ, ഇത്തരത്തിൽ നമ്മളൊന്നും പഠിക്കാൻ പോകില്ല. അങ്ങനെ എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ അറിവ് നേടിയിട്ടില്ല എന്നർത്ഥം അല്ലെ. അതേസമയം നമുക്ക് ലെറ്റ്സ് ട്രൈ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുന്നവരാണ് വിജയിച്ചവര്, മാറി നിൽക്കുന്നവരല്ല വിജയിക്കുന്നവര് അല്ലെ. തീർച്ചയായിട്ടും എന്ത് കാര്യവും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താ പറയാ ഫിസിക്കലായിട്ടുള്ള ഒരു തോൽവി ഉണ്ടെങ്കിലും നമ്മൾ ജയിച്ചവരാണ്. ആരെ സംബന്ധിച്ച്? മാറി നിന്നവരെ സംബന്ധിച്ച്. കാരണം ദേ ഹാവ് നോട്ട് ട്രൈഡ് യെറ്റ്, അവർ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അവരാണ് പരാജിതര്. അല്ലാതെ ട്രൈ ചെയ്തവർ ഒരിക്കലും തോറ്റുപോയെങ്കിലും അവർ പരാജിതരല്ല എന്നുള്ള കാര്യം നമ്മൾ ഏത് മേഖലയിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിവിടെ തന്നെയല്ല എവിടെയും. സോ ആൻഡ് ബൈ പെർഫോമിംഗ് ദാറ്റ് ഡ്യൂട്ടീസ്, നമുക്ക് തരുന്ന ജോലികൾ നമ്മുടെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നു റെഗുലർ ആയിട്ടും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വി ബിക്കം സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഓൾസോ എക്സ്പെർട്സ്. ക്ലിയർ ആണോ? ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ മനസ്സിലായോ? വേഗം എസും നോയും ഒക്കെ പറയണേ, എന്നാലേ എനിക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു സച്ച് എ ലോങ് ചാപ്റ്റർ ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ഇനി ഈ ഒരു ഓർഗനൈസേഷനിൽ വാട്ട് എവർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്, എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനലിലൂടെ അറിയിക്കുക. ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് എന്താ പറയാ ബോട്ടം ലെവലിലെ മാനേജ്മെന്റിലേക്കോ അല്ലെങ്കിൽ ബോട്ടം ലെവലിലുള്ള എംപ്ലോയീസിലേക്കോ സംതിങ് ഹാവ് ടു ബി ഇൻഫോംഡ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫോം ചെയ്യാനുണ്ടെങ്കിൽ അത് ആരിലൂടെ പോകണം അങ്ങോട്ടേക്ക്. അവിടെ പറഞ്ഞു അത് അവിടെ നിന്ന് റീച്ച് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഇല്ല. അത് പ്രോപ്പർ ചാനലിലൂടെ പ്രോപ്പർ അവരുടെ കയ്യിലേക്ക് വ്യക്തമായിട്ട് അത് എവിടെ നിന്ന് പറഞ്ഞു വിട്ട ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അവർക്കത് കൊടുക്കണം. ഇന്ന് ഒരുപാട് അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഫോണുകളും മറ്റുമൊക്കെ നമ്മൾ ഉണ്ട്. എല്ലാവരും ഗ്രൂപ്പ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഓർഗനൈസേഷനിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവിടെ കിട്ടും. പക്ഷെ ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളായതുകൊണ്ട് പണ്ടേ തുടങ്ങി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചില ഡിവൈസുകളൊക്കെ നമുക്ക് കുറച്ചുകൂടി നമ്മളുടെ ജോലി ഭാരം അല്ലെ, നമ്മളുടെ വർക്ക് ഒക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മൊബൈലുകളൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ ചീത്ത പറയുമോ കളിയാക്കോ അല്ലെങ്കിൽ വഴക്ക് പറയുക ഉണ്ടാകുന്നൊക്കെ പറഞ്ഞു വെച്ചൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിലും അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അതിനകത്തുണ്ട്. സെർച്ച് ഇന്നത്തെ കുട്ടികൾ എന്ത് കാണുമ്പോഴും അത് സെർച്ച് ചെയ്തിട്ട് അവർ മനസ്സിലാക്കിയെടുക്കും. നമ്മളെക്കാളും ജ്ഞാനമൊക്കെ അവർക്ക് അതിനകത്ത് ഉണ്ട്. അപ്പൊ ഇപ്പൊ അതുപോലെ അവരോട് പറയണം, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് സെർച്ച് ചെയ്യാനായിട്ട് കിട്ടും. അപ്പൊ അതൊക്കെ അവര് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒത്തിരി ജോലിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് ഇത്തരം ചാനലുകളും പ്രോപ്പർ ആയിട്ടുള്ള മാർഗങ്ങളൊക്കെ ഇന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ കൃത്യമായിട്ട് ആയിരിക്കണം ഓർഗനൈസേഷനിൽ നടത്തേണ്ടത്. സോ ദീസ് ആർ ദ കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റുകളാണ്. ഒന്ന് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തേത് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, എല്ലാവർക്കും ഡയറക്ഷൻസ് കൊടുക്കുക, ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. മൂന്നാമത്തേത് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ആണ്. നാലാമത്തേത് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. അഞ്ചാമത്തേത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ഓക്കെ, അഞ്ചെണ്ണം. ആ മെയിൻ പോയിന്റുകൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല, എക്സ്പ്ലനേഷൻസ് വേണ്ട. പക്ഷെ ഒരു സെന്റൻസ് നമുക്കിവിടെ അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ഈ ഒരു സെന്റൻസ് കേട്ടോ, നാലാമത്തെ പോയിന്റില് ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ specialization makes the learning of job routines easier and turns the worker into an expert in his job. അതിന് ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളത് വേണ്ട.
A comma കഴിഞ്ഞിട്ടുള്ള ഭാഗം specialization makes the learning of job routines easier and turns the worker into expert in his job. മനസ്സിലായോ? ബാക്കിയൊക്കെ നമ്മൾ ആ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി, എക്സ്പ്ലനേഷൻസ് വേണ്ട. ക്ലിയർ? ക്ലിയർ അല്ലേ? പറഞ്ഞോട്ടെ അടുത്തതിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ഇനി നമുക്ക് പേഴ്സണൽ എന്താ പറയാ, പേഴ്സണൽ മാനേജ്മെന്റ്, അതായത് തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിന്റെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേരായ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക്, അതായത് നമ്മളുടെ എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ആ ഭാഗത്തേക്ക് നമ്മളിപ്പോ കടക്കണം. ദാറ്റ് മീൻസ് ഹാഫ് പാർട്ടായിട്ടുള്ള നമ്മള് എന്താ പറയാ ശരിയായ കാര്യത്തിലേക്ക് കടക്കുന്നത്. പേഴ്സണൽ പോളിസി, അതൊക്കെ നമ്മളുടെ പഴയ ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അതിന്റെ ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫോം ആയിട്ട് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു കുറച്ചുകൂടി എന്താണ് വിശദീകരിച്ചെടുത്ത ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ നമ്മള് പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ there are 4 components of an organization. ഓർഗനൈസേഷന് പ്രധാനമായിട്ടും 4 കമ്പോണന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഓർക്കണ്ടോന്നാണോ? ഏതൊക്കെയാണ് 4 components of an organization which can be represented as 4 M's? 4 എമ്മുകളായിട്ട് റിപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന 4 കമ്പോണന്റുകൾ. മണി, ഒരട്ടെ വേഗം, മണി, മെറ്റീരിയൽ, തേർഡ് വൺ മെഷീനറി ആൻഡ് MOH പറയുന്ന 4 M's ആണ്. മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. വെരി ഗുഡ്. യെസ്, മെൻ ആണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ 4 കമ്പോണന്റുകളിൽ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ അസറ്റ്, വീണ്ടും മറ്റൊരു എക്സ്പ്ലനേഷൻ കൂടിയാണ് ഈ ഹ്യൂമൻ റിസോഴ്സുകൾക്ക് അല്ലെങ്കിൽ മെന്നിന് കൊടുത്തേക്കണേ. മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഏതൊരു ഓർഗനൈസേഷന്റെയും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വിലയേറിയ മൂല്യമേറിയ ഒരു ആസ്തി എന്ന് നമുക്ക് എന്തിനെ പറയാം? ഹ്യൂമൻ റിസോഴ്സസിനെ പറയാം അല്ലെ. വെച്ച് കമ്പയർ എടുത്തു മറ്റുള്ളതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യും. മറ്റുള്ളതുമായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മണിയോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള മറ്റേ എക്യുപ്മെന്റോ പണമോ അല്ലെങ്കിൽ മറ്റു മെഷീനറീസോ എക്യുപ്മെന്റുകളോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഈ പറയുന്ന 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് മെൻ എന്ന് പറയുന്നത്. കാരണം മനുഷ്യന്മാർക്ക് ചെയ്യേണ്ട ജോലി മനുഷ്യന്മാർക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം എത്ര ടെക്നോളജീസ് ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാലും അവോയ്ഡിങ് ഹ്യൂമൻ പവർ, മാൻ പവറിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന എന്ത് മെഷീനറീസ് ആണെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യാനും ആളുകൾ വേണം അല്ലെ. അത് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കണമെങ്കിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിനും അവിടെ എന്താണ് വേണ്ടത്? മനുഷ്യന്മാർ വേണം. ഇതിലൊരു കാലം എത്തിയാന്ന് നമ്മൾ പറയുന്നില്ല അല്ലെ. റോബോട്ട്സിനെ കുറിച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അവർ തന്നെ ചെയ്തോളും എന്നുള്ള കാര്യങ്ങൾ. എങ്കിലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഏത് കമ്പോണന്റ് എടുത്താലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് മെൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലാനിങ്. അതും അതുപോലെ തന്നെ അപ്പൊ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് their aim, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ട് എയിം ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഒരു ലക്ഷ്യം? എന്താണ്? they have to, അതായത് for it determines, അത് ഇന്നത് ചില കാര്യങ്ങൾക്ക് തീരുമാനമാണ്. എന്ത് തീരുമാനം അറിയാമോ? ദാറ്റ് മീൻസ് നമ്മളുടെ കറന്റ് മാൻ പവർ പൊസിഷനെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഡിസൈർ ചെയ്യുന്ന ഒരു മാൻ പവർ പൊസിഷൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ മാൻ പവർ പൊസിഷൻ, ഇപ്പോഴുള്ള ജോലിക്കാര് എംപ്ലോയീസ് എങ്ങനെയൊക്കെയുണ്ട്, അവരുടെ പൊസിഷൻ, അവരുടെ പെർഫോമൻസ്, അവരുടെ എണ്ണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ മാൻ പവർ പൊസിഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇപ്പോഴത്തെ മാൻ പവർ പൊസിഷനിൽ നിന്ന് ഹൗ ക്യാൻ വി റീച്ച് അപ് ടു ദ ഡിസൈർഡ് മാൻ പവർ പൊസിഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് മാൻ പവർ പൊസിഷനിലെ എങ്ങനെ മാറ്റാം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന ഒന്നാണ് എന്ത്
നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മനസ്സിലായോ? അപ്പൊ നിലവിൽ ഇത്ര എംപ്ലോയീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരുടെ പെർഫോമൻസുകൾ അത്ര പോരാ. നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ പുതിയ ടെക്നോളജീസ്, പുതിയ അഡ്വാൻസ്മെന്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ അത് നടത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആക്കണമെങ്കിൽ ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. ആൾക്ക് നിലവിലുള്ള എംപ്ലോയീസിനെ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ട്രെയിനിങ്ങിലൂടെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് പറ്റില്ല അവരെ മാറ്റിയിട്ട് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയുള്ള ഡിസിഷൻസ്, ഡിറ്റർമിനേഷൻസ്, ഇതൊക്കെ നമ്മുടെ ഫീൽഡിലാണ് നടക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ്ങിലാണ് നടക്കുക. സോ ത്രൂ പ്രോപ്പർ പ്ലാനിങ്, ശരിയായ രീതിയിലുള്ള പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ദ മാനേജ്മെന്റ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ human resource management, they can have the right number of employees, right kind of people at the right place and at the right time. എങ്ങനെ? അതായത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഓരോ എന്താ പറയാ ഓർഗനൈസേഷന്റെയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് എത്ര എംപ്ലോയീസിന് ആവശ്യമുണ്ട്, അല്ലെ, എത്ര രീതിയിൽ, എത്ര ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് വേണം, അത് എവിടെയാണ് വേണ്ടത്, ഏത് സ്ഥലത്ത് വേണം, ഏത് സമയത്ത് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ they can also attain or reach at the individual receiving maximum long range benefit. അതോടൊപ്പം തന്നെ അവരുദ്ദേശിക്കുന്ന ഓർഗനൈസേഷനും അതുപോലെ തന്നെ മറ്റു വ്യക്തിപരമായിട്ടും അതുപോലെ ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുമായിട്ടുള്ള വലിയ നീണ്ട ചില ബെനഫിറ്റുകളൊക്കെ അവർക്ക് അതനുസരിച്ച് നേടിയെടുക്കാൻ സാധിച്ചേക്കും. അപ്പൊ അത് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രോപ്പർ പ്ലാനിങ്ങിന് വേണ്ട ചില കാര്യങ്ങളാണ് റൈറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ്, ഏറ്റവും കൃത്യമായ എണ്ണം എംപ്ലോയീസ്, റൈറ്റ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, ശരിയായ രീതിയിലുള്ള എംപ്ലോയീസ്, അതുപോലെ തന്നെ അറ്റ് റൈറ്റ് പ്ലേസ്, എവിടെയാണ് ഈ എംപ്ലോയീസിന്റെ വേണ്ടത് നമുക്ക്, അതുപോലെ ഏത് സമയത്തിന് വേണം. ഇതിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് വ്യക്തത ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഓർഗനൈസേഷൻ സംബന്ധമായതും അതുപോലെ ഇൻഡിവിജ്വൽ സംബന്ധമായിട്ടുള്ള ഒരു ലോങ് റേഞ്ച് ബെനിഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ലോങ് റേഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ദീർഘകാല നേട്ടം, താൽക്കാലികമായ നേട്ടമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാനേജ് ചെയ്യുമ്പോൾ, ഹ്യൂമൻ റിസോഴ്സുകൾ മാനേജ് ചെയ്യുമ്പോൾ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റുകൾ, അറേഞ്ച്മെന്റുകളും അവോയ്ഡ് ചെയ്തിട്ട് ഒരു ദീർഘകാലം ലോങ് റേഞ്ച് ഓഫ് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള എന്താ പറയാ മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് നടത്തേണ്ടത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തേണ്ടത്. ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണോ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയേ. വേഗം നോക്കുക, എന്നിട്ട് ഞാൻ വേഗം അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പറഞ്ഞ കാര്യമൊക്കെ അവിടെ ഒന്ന് വേഗം നോക്കുക. ജൽദി. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്ന പാരഗ്രാഫ് കേട്ടോ. കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് യെസ് നോ ഓക്കെ എന്തെങ്കിലും ഇടണേ. യെസ്, എന്താ ഏതാ പറയണ്ടേ? ഈ സെന്റൻസ് വായിച്ച് പറയണം. ഏത് സെന്റൻസ് പറയണമെന്ന് പറയും. ഇവിടെ 1, 2, 3 സെന്റൻസുകളാണ് കിടക്കുന്നത്. 3 സെന്റൻസ് കിടക്കുന്നത്. മിക്സ് സെന്റൻസ്. തേർഡ് സെന്റൻസ് പ്ലാനിങ്. ശരിയായ പ്ലാനിങ്ങിലൂടെ a management strives to have the right number, the right kind of people at the right place and the right time to do things which result in both the organization and the individual receiving the maximum long range benefit. ശരിയായ മാനേജ്മെന്റിലൂടെ ഒരു എന്താ പറയാ മാനേജ്മെന്റ്, അതായത് ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ മാനേജ്മെന്റിന് കൃത്യമായ എണ്ണം എംപ്ലോയീസ്, കൃത്യമായ ആളുകൾ എന്ന് വെച്ചാൽ ഏത് ജോലിക്ക് ഏത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ വേണമെന്ന്, അതാണ് ഉദ്ദേശിച്ചത്. റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ. ടൈപ്പുകൾ വ്യത്യാസമുണ്ട്. കാരണം എന്താ, ഞാൻ പഠിച്ച സബ്ജക്റ്റിൽ വേണം പഠിച്ചേക്കണേ. ക്വാളിഫിക്കേഷൻ ലെവൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഏത് ക്വാളിഫിക്കേഷൻ വേണം അത്, പിന്നെ എവിടെ ഏത് സ്ഥലത്താണ് നമ്മൾ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്, ആ സ്ഥലം, അതുപോലെ തന്നെ ടൈം, ഏത് ടൈമിന് വേണം, അടുത്ത മാസം വേണോ, നെക്സ്റ്റ് വീക്കിന് വേണോ എംപ്ലോയീസിനെ, ഇതിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ട് പ്ലാനുകൾ അവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്നതാണെങ്കിൽ, കൃത്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതിന് യൂസ് ആയിട്ട് അതിന്റെ ഒരു പ്രതിഫലമാണ്.
അതിന്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ പ്രതിഫലം എന്താ? ബോത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ. ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും, അവിടെയുള്ളവർക്കും അവിടെ ഓരോ എംപ്ലോയീസിനും എന്താണ് ലോങ് റേഞ്ച് ബെനിഫിറ്റ്, ഒരു ദീർഘകാല നേട്ടത്തിന് കാരണമാകാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ഇപ്പൊ ക്ലിയർ ആയോ ആസിയ? ക്ലിയർ. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഒന്നാമത്തെ സെന്റൻസ്, ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഹ്യൂമൻ റിസോഴ്സ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞ വലിയ സെന്റൻസ്, ത്രൂ പ്ലാനിങ് എ മാനേജ്മെന്റ് സ്ട്രൈവ്സ് ടു ഹാവ് എന്നുള്ളത് ആ ലോങ് റേഞ്ച് ബെനിഫിറ്റ് വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യനൊക്കെ അതിന്റെ ഇടയിൽ നിന്നൊക്കെ അത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വരാൻ സാധ്യതകളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെന്റൻസ് ക്ലിയർ ആണല്ലോ? യെസ്, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇനി അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സുകളാണ്. ഹ്യൂമൻ റിസോഴ്സുകളെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഹ്യൂമൻ റിസോഴ്സുകളെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇൻക്ലൂഡ് സെവറൽ സ്റ്റെപ്സ്. അതിന് കുറച്ച് ഘട്ടങ്ങളായിട്ട് പടിപടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്സ്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ടു ഡിസൈഡ് ദ ഗോൾ ഓർ എയിംസ്. ആദ്യം തന്നെ നമ്മൾ ഒരു ലക്ഷ്യം എന്താണെന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക. എന്ത് ലക്ഷ്യമാണ്? ലക്ഷ്യം എന്തായിരിക്കും? അതായത് ഇപ്പൊ എവിടെയെങ്കിലും ഒരു വേക്കൻസി വരുമ്പോ അല്ലെ, ദ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മാച്ചിങ് ഓർ ഫിറ്റിംഗ് എംപ്ലോയീസ്. ശരിയായ എംപ്ലോയീസിനെ കണ്ടെത്തി, മാച്ചിങ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തി. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വേക്കൻസി, ഇപ്പൊ ഇന്ന് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചേഴ്സിന്റെ ഒരു വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ടീച്ചർ വന്നിട്ട് പറയാണ് ഞാൻ ഇന്ന ഒരു സബ്ജക്റ്റിൽ ക്വാളിഫൈഡ് ആണ്, ഇപ്പൊ മാത്സ് സബ്ജക്റ്റിൽ ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉണ്ട്, ഇംഗ്ലീഷിലോട്ട് പറയാൻ വേണ്ട, ഇംഗ്ലീഷിൽ കേട്ടാ മാത്സിൽ ക്വാളിഫൈഡ്, അല്ലെങ്കിൽ സോഷ്യൽ സബ്ജക്ട് എനിക്ക് എടുത്ത് ഞാൻ ക്വാളിഫൈഡ് ആണ്. അപ്പൊ ഈ പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആണ് കൊടുക്കുന്നത്, അത് ചെയ്യാനായിട്ട് ആൾക്ക് കഴിവുണ്ട് അല്ലെ. അപ്പൊ അത് ചെയ്തു നോക്കണം. അതായത് ആൾക്ക് ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ നമ്മൾ എടുപ്പിച്ചിട്ട് എന്നതാണ് നമ്മൾ പഠിപ്പിക്കട്ടെ. സോ ഹൗ ക്യാൻ യു ഡു ഇറ്റ്, നിങ്ങൾ അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ട്. അതെന്താക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളെ നമുക്ക് ജോലിക്ക് എടുക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ എന്താണോ ആരാണോ മാച്ച് ചെയ്യുന്നത്, ആ മാച്ച് ചെയ്യുന്ന ആളുകളെ, ഫിറ്റ് ആകുന്ന എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തി ആ എന്റർപ്രൈസിന്റെ അതായത് ഓർഗനൈസേഷന്റെ ആവശ്യമനുസരിച്ച്, അതായത് റിക്വയർമെന്റ്സ് അനുസരിച്ച് അങ്ങനെ നമ്മൾ ആളുകളെ കണ്ടെത്തുക, അവിടെ കൊണ്ടുപോയി അവർക്ക് അവരെ ജോലിക്ക് എടുക്കുക. അത് കൊടുക്കുമ്പോൾ നമ്മൾ ആകേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രസന്റ് നീഡ്സ്, അതായത് പ്രസന്റ് അറേഞ്ച്മെന്റ്സ്. താൽക്കാലികമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് മാത്രമാണ്. ഇപ്പൊ തൽക്കാലം വേറെ ടീച്ചറിൽ അതുകൊണ്ട് ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ താൽക്കാലിക അറേഞ്ച്മെന്റ് നടത്താതെ നമ്മുടെ ഫ്യൂച്ചർ നീഡ്സ്, ഇനിയും നമുക്ക് എന്തുണ്ട്, അടുത്തത് ഇനിയും ബാച്ചസ് വരുമ്പോൾ ഇപ്പൊ നമുക്ക് അവിടെയും ടീച്ചേഴ്സിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ആളെക്കൂടെ എടുത്ത് തൽക്കാലത്തേക്ക് എടുത്ത് നമ്മൾ പരിശീലിപ്പിച്ച് ഇനി അത് ഓക്കെ ആയില്ലെങ്കിൽ ആളെ റിജക്ട് ചെയ്യണം, പിന്നെ അന്നേരം വീണ്ടും നമ്മൾ പുതിയ ആളെ നോക്കേണ്ടി വരും. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഒന്ന് മനസ്സിൽ കാണാം. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുക പറ്റില്ല. കാരണം ഇവിടെ നമ്മളിപ്പോ ആള് വന്നു, പക്ഷെ ഇനി ആൾ ഓക്കെ ആവുമെന്ന് അറിയില്ല, അടുത്തൊരു ബാച്ച് കൂടി തുടങ്ങുന്നു, അവിടെയും നമുക്ക് ടീച്ചറിന്റെ അവൈലബിലിറ്റി വേണം. അപ്പൊ ഈ ആളെ തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇയാളെ തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഡിസിഷൻ എടുത്തിട്ടില്ല വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിലും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ emphasizing on the future needs, അതായത് ഭാവിയിൽ ഉണ്ടാകാവുന്ന നീഡ്സ് കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എംപ്ലോയീസിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാച്ച് ചെയ്ത് ഫിറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് പറയാ, ടു ഡിസൈഡ് ദ എയിം ഓർ ഗോൾ. ലക്ഷ്യം മനസ്സിലാക്കണം. ഗോൾ ഇന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്, അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ആപ്ലിക്കന്റുകളിൽ നിന്ന് നമുക്ക് മാച്ച് ആവുന്നവരെ സെലക്ട് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ നീഡ്സ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്തോളണം, നേരത്തെ കൂടി ചിന്തിച്ചോളണം. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി വലുതാക്കാനുണ്ട്, അപ്പൊ അവിടെ വീണ്ടും ആളെ ആവശ്യം വരും. അപ്പൊ ഇയാൾക്ക് പകരം ഇയാളെ ഇപ്പൊ ഓൾറെഡി എടുത്തു, ഇനി വേറൊരാളെ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. മനസ്സിലായോ? രണ്ടാമത്തെ സാലറി കൊടുക്കണ്ടേ, ചെയ്യാവുന്ന ജോലിയുള്ളൂ. എക്സ്പാൻഷൻ വന്നാൽ തന്നെയും ഈ ഒരാൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട്മെന്റുകൾ ഹ്യൂമൻ റിസോഴ്സുകളെ പ്ലാൻ ചെയ്യേണ്ടത്.
ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. വേഗം വായിച്ചു നോക്കിയേ സെന്റൻസ്. സെന്റൻസ് നിങ്ങൾ കൂടി വായിച്ചു നോക്കുക, അപ്പോഴാണ് അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾക്ക് പഠിക്കാനുള്ളത് ആ മെയിൻ പോയിന്റ് മാത്രമേ ഉള്ളൂ. എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിക്കില്ല. ഇനി ഏതെങ്കിലും സെന്റൻസ് ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ മാർക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? അടുത്തത്, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? ഒന്നാമത്തേന് നമ്മൾ എന്താണ് ഓർഗനൈസേഷനിൽ എവിടെയാണ് ജോലിക്കാർ ആവശ്യം, അതിന് വേണ്ടിയിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ നീഡ്സ്, ഭാവിയിൽ ഉണ്ടാകുന്ന എംപ്ലോയീസിന്റെ ഒഴിവുകൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതൊന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. ഭാവിയിൽ ഉണ്ടാകുന്ന മാൻ പവറുകൾ എത്ര വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും എന്തുണ്ടാവണം, ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കണം. എല്ലാം ഹോസ്പിറ്റൽസും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുകാര് എന്ത് ചെയ്യണം, മാൻ പവറിന്റെ ഫ്യൂച്ചർ നീഡ്സ്, ഭാവിയിൽ എത്രയൊക്കെ വേണം എന്നൊക്കെ അതിന് തീരുമാനിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അറിയാമോ? ഓർഗനൈസേഷൻ ഹാസ് ടു, മാനേജ്മെന്റ് ഹാസ് ടു ഇവാലുവേറ്റ്. അതിന് എന്ത് ചെയ്യണം, ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുകാര് ഒരു വിലയിരുത്തലുകൾ നടത്തണം. എല്ലാ ഒരു പോയിന്റ് ഓഫ് ടൈമില്, ചിലപ്പോൾ മാസത്തിലാവാം, ചിലപ്പോൾ 2 മാസമോ 3 മാസമൊക്കെ കൂടുമ്പോഴാകാം. അങ്ങനെ ഒരു വിലയിരുത്തലുകൾ നടത്തണം. എന്തിനെ കുറിച്ച്? എത്ര ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് വേണം, എത്ര എംപ്ലോയീസിന് വേണം, ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പൊ ആ സമയങ്ങളിൽ അവർ എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചൊരു വാല്യുവേഷൻ നടത്താം. അതൊക്കെ ഒരു ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ പലരും ചില ആളുകൾ നിർത്തിപ്പോകും, ചില ആളുകൾ റിട്ടയർ ചെയ്ത് പോകും, ചിലർക്ക് വയ്യായ്മകൾ കൊണ്ട് ചിലപ്പോൾ ക്വിറ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി വേക്കൻസീസ് അവിടെ കിടക്കും. അപ്പൊ ആ വേക്കൻസീസ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഒരു ഇവാലുവേഷൻ, ഒരു വിലയിരുത്തലുകൾ നടത്തണം. നോക്കിക്കണ്ടൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡുകളൊക്കെ പോയി സൂപ്പർ എന്താ പറയാ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ടോ എന്നൊക്കെ ചിലപ്പോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അങ്ങനെയാണ്. അപ്പൊ 1-2 മാസം കൂടുമ്പോൾ അവരുടെ ഇവാലുവേഷൻസ് നടത്താം. സോ ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഓൾസോ ദ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് വേണം. അപ്പൊ എത്ര എംപ്ലോയീസിന് വേണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് വേണമെന്ന് അതനുസരിച്ച് അവർക്ക് നിശ്ചയിക്കാൻ പറ്റും. ക്ലിയർ ആണോ? രണ്ടാമത്തെ ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. ഭാവിയിലുള്ള മാൻ പവറുകളുടെ എണ്ണം, ആവശ്യകത, അതുപോലെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, അതിന്റെ ഒരു ഘടന നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അതിന് സമയാസമയങ്ങളിൽ ഇവാലുവേഷൻസ് നടത്താം. എത്ര ആളുകൾ വേണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് വേണം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ എയിം, ഒരു ഗോള് നമ്മൾ നിശ്ചയിച്ചു, അതിനുശേഷം നമ്മൾ ഒരു എസ്റ്റിമേഷൻ നടത്തുകയാണ് എത്ര മാൻ പവർ നീഡ്സിനെ കുറിച്ച്. ഇനി അടുത്തത് എന്താണ്, ഒന്ന് വായിച്ചു നോക്കാം. സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഇതൊന്ന് കണ്ണോടിച്ച് വായിക്കാം. ഓക്കെ, യെസ്. അടുത്ത പോയിന്റ്, അടുത്ത സ്റ്റെപ്പ് എന്താ? ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്. അതിനുശേഷം അപ്പൊ നമ്മൾ എത്ര ആൾക്കാരെ വേണം, എങ്ങനെയുള്ള ആൾക്കാരെ വേണം എന്നൊക്കെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഓഡിറ്റിംഗ് ആണ്. ഹ്യൂമൻ റിസോഴ്സുകളെ ഓഡിറ്റ് ചെയ്യാം. ഓഡിറ്റിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കണക്കൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് പല ചെറിയ ചെറിയ പിയർ ഗ്രൂപ്പുകളൊക്കെ നമുക്ക് നമ്മളുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പൊ കുടുംബശ്രീ, അതുപോലെ മറ്റു പല യൂണിറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഓഡിറ്റിംഗ് നടത്താറുണ്ട് അല്ലെ. എന്തിനെ കുറിച്ച് ഓഡിറ്റിംഗ് നടത്താറ്? നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എന്താ പറയാ അക്കൗണ്ട്സ് അല്ലെ, അക്കൗണ്ട്സുകളൊക്കെയാണ് ഓഡിറ്റിംഗ് നടത്തുക. അവിടുത്തെ കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൃത്യമാണോ അല്ലെ, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഫോൾസ് ആയിട്ടുള്ള റെക്കോർഡിങ്, അങ്ങനെയുള്ള തെറ്റായ കണക്കുകളൊന്നും ചെയ്തു വന്നിട്ടില്ല, അങ്ങനെയൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. ഇവിടെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സുകളെ ഓഡിറ്റ് ചെയ്യാണ്. നമ്മൾ സാധാരണ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഹ്യൂമൻ റിസോഴ്സുകളെയും ഓഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എത്ര ആളുകളെ, എത്ര ടൈപ്പ് ഓഫ് ആളുകളെയൊക്കെ വേണമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിസൈഡ് ദ പ്രസന്റ് സപ്ലൈ ഓഫ് മാൻ പവർ റിസോഴ്സസ്. അപ്പൊ നമ്മൾ ഇതൊക്കെ തീരുമാനിച്ചു, എത്ര ആൾക്കാരെ വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഡിസിഷൻ എടുക്കില്ല. ഇപ്പൊ നമ്മുടെ മാൻ പവർ നീഡ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് എത്രയുണ്ട്, പ്രസന്റ് സപ്ലൈ ഇപ്പൊ എത്രയുണ്ട് എന്ന് നോക്കുക. ഈ ഇപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുമ്പോൾ
അതിന് ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഇവാലുവേഷൻ ആണ്. ഇപ്പൊ എത്ര എന്താ പറയാ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്, എത്ര എണ്ണമുണ്ട്, എങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ട് എന്ന് നോക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക രീതി പറയും. അതിനെയാണ് അത് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇറ്റ് ഈസ് കോൾഡ് സ്കിൽസ് ഇൻവെന്ററി. സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്ന രീതിയിലാണ് ഈ പറയുന്ന ഇവാലുവേഷൻസ് നടത്തുന്നത്. എന്താണ് സ്കിൽസ് ഇൻവെന്ററി? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഡാറ്റ. അത് എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഡാറ്റയാണ്. അത് ജോലിക്കാരെ കുറിച്ച് ഒരു വിവരണം, ഒരു ഡാറ്റ, എന്തെങ്കിലും കാര്യങ്ങൾ ശേഖരിച്ചത്. അത് എന്ത് ഡാറ്റ ആയിരിക്കാം? അവരുടെ വീടിന്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊന്നും അല്ല, അവരുടെ സ്കിൽ. വീടും അഡ്രസ്സും ഒക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ എന്തായാലും റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അവരുടെ ഐ ഡി ഒക്കെ വാങ്ങിച്ചു അതിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആവശ്യമില്ല. അവരുടെ സ്കിൽസ്, അവരുടെ കഴിവുകൾ, എബിലിറ്റീസ്, അവർക്ക് എന്തൊക്കെ ജോലി അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, വർക്ക് പ്രിഫറൻസ്, അവർക്ക് ഏത് ജോലിയോടാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റു തരത്തിലുള്ള ഇൻഫോർമേഷൻസ്. അതായത് ആ കമ്പനിക്ക് ഇയാളുടെ ഒരു വാല്യൂ, ഇയാളെ കുറിച്ചുള്ള ഒരു വാല്യൂ നമുക്ക് വേണം, കമ്പനിക്ക് വേണം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വേണം. അങ്ങനത്തെ സകല ഡീറ്റെയിൽസ്, നമ്മളുടെ കമ്പനിയുടെ മൂല്യം കൂട്ടാൻ ഉതകുന്ന ചില കാര്യങ്ങൾ. ഒരു ടീച്ചർ പഠിപ്പിക്കുക എന്നുള്ള ഒരു ക്വാളിറ്റി മാത്രമായിരിക്കുമോ ചിലപ്പോൾ ടീച്ചർക്ക് ഉണ്ടാകുക? അല്ല, അതിന് എന്താ പറയാ, ചുറ്റുവട്ടത്ത് ആൾക്ക് വേറെയും ചില പല കഴിവുകളുള്ള ആളുകളുണ്ട്. സോ ഹൗ ക്യാൻ വി മേക്ക് യൂസ് ഓഫ് ദാറ്റ് സ്കിൽസ്, ദാറ്റ് എബിലിറ്റീസ്? ആ സ്കിൽസും എബിലിറ്റീസും നമുക്ക് അവരുടെ എങ്ങനെ ഇവിടെ പ്രയോജനപ്പെടുത്താം നമ്മുടെ ഓർഗനൈസേഷനിൽ, അതുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. ആ ഇവാലുവേഷനെയാണ് നമ്മൾ വിളിക്കുക സ്കിൽസ് ഇൻവെന്ററി. കളക്ടിങ് ഡാറ്റ അബൌട്ട് ദ എംപ്ലോയീസ്, എംപ്ലോയീസിനെ കുറിച്ചുള്ള കുറെ ഡാറ്റാസ് ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് ദ സ്കിൽസ്, എബിലിറ്റീസ്, വർക്ക് പ്രിഫറൻസ് ആൻഡ് അതർ ഇൻഫോർമേഷൻ, മറ്റ് ഇൻഫോർമേഷൻസ്. ഇത് നമ്മുടെ കമ്പനിയുടെ വാല്യൂ കൂട്ടുന്ന രീതിയിലുള്ള ആ എംപ്ലോയിയുടെ ഡാറ്റ. ക്ലിയർ ആയോ? ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഒന്ന് വേഗം വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ആ പോയിന്റിൽ അത് എല്ലാം പറഞ്ഞിട്ട് ചെയ്യാൻ പറയാം കേട്ടോ. കൊടുക്കണം. ഓക്കെ, വായിച്ച്. യെസ്, അടുത്തത് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. അതായത് ജോബിന്റെ ആവശ്യകതകളും ജോബ് ഡിസ്ക്രിപ്ഷൻസും അതൊക്കെ അവിടെ താഴെ വരുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ എന്താണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് അവിടെ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ ജോബ് റിക്വയർമെന്റും ജോബ് ഡിസ്ക്രിപ്ഷൻസും ഒക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. അപ്പൊ നമ്മൾ എത്ര ആളുകൾ വേണം, ഏത് ടൈപ്പ് ഓഫ് ആളുകളെ വേണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് ഒക്കെ ആഫ്റ്റർ കണ്ടക്ടിങ് ദ ഡിസിഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ടേക്കിംഗ് ദ ഡിസിഷൻ, ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു പ്രിപ്പയർ ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ്, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്. എംപ്ലോയീസിനൊക്കെ എന്ത് ട്രെയിനിങ് കൊടുക്കണം, എങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കണം, അതിന്റെ ഡീറ്റെയിൽസ്, അവരുടെ സ്കിൽസ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ എബിലിറ്റീസ്, എക്സ്പീരിയൻസസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് എത്ര ആൾക്കാർ വേണം, എങ്ങനെ ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് വേണം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യാനാണ്? ജോബ് അനാലിസിസ്, അല്ലെ? റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ദർ ട്രെയിനിങ്, their skill, their qualification, their experiences and also their responsibilities. ഇതൊക്കെ ആ ജോബിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, കണ്ടെത്തലാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് പ്ലാനിങ്ങും ഒക്കെ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, ഇനി ഈ എന്താ പറയാ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ്സ്, ജോബ് അനാലിസിസിൽ വരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഒക്കെ കേട്ടോ. അപ്പൊ എന്താണ് ഈ ജോബ് അനാലിസിസിന്റെ അകത്തുള്ള രണ്ട് കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇനി ജോബ് അനാലിസിസ് എന്താണെന്ന് എടുത്തു പറയുന്നത്, ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിറ്റർമിനിങ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഓൾ ദ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ജോബ് ഇൻ എ ടാസ്ക് ഇൻവോൾവ്. അതായത് ഒരു കൊടുത്തിരിക്കുന്ന ജോലി, ആ കൊടുത്തിരിക്കുന്ന ജോലിയില് ആ ജോലിയെ സംബന്ധിക്കുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, റെലവന്റ് മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്
മനസ്സിലായി? ഇപ്പൊ ഇവിടെ നമ്മളൊരു ടീച്ചർക്ക് ഈ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള ടീച്ചിങ് നടത്തുന്ന ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ എന്താണ് നമ്മൾ ഇതിനെ കുറിച്ച് സകലമായ കാര്യം പറഞ്ഞു കൊടുക്കണം അല്ലെ? ആ ഒരു രീതി എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഓൺലൈൻ കോഴ്സ് നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള സകല ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കില്ലേ? അതാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക, കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് വിളിക്കുക. Job analysis എന്ന് പറയുന്നത് determining and recording all the relevant information of a particular job in which the task involved. ആ കൊടുത്തിരിക്കുന്ന ടാസ്കിൽ എത്രത്തോളം ഇൻഫോർമേഷൻസ് ആ ജോബിനെ കുറിച്ചുണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി മാത്രമല്ല അത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ല, the knowledge and the skill involved in that job. ആ ജോലിക്ക് ആ ജോലി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവ്, സ്കില്ല് അല്ലെ, ജ്ഞാനം, അറിവ്, അതുപോലെ തന്നെ സ്കില്ല്, അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് ജോബ്, ആ ജോലിക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങള്, ആൻഡ് ഓൾസോ ദ എബിലിറ്റി ടു പെർഫോം ദാറ്റ് ജോബ് സക്സസ്ഫുള്ളി, ആ ജോബ് വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ട ചില എബിലിറ്റീസ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഡാറ്റകൾ എന്ത് ചെയ്യാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് വിളിക്കുക. മനസ്സിലായ? ചുരുക്കി പറഞ്ഞ ഒരു ജോലി, ആ ജോലി നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എന്തൊക്കെയുണ്ട്, ആ ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതെങ്ങനെ വിജയകരമായിട്ട് തീർക്കാം, അതിന് വേണ്ട അറിവ്, നോളജ്, സ്കില്ല്, ഇനി അത് എല്ലാം അടങ്ങുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഇൻഫോർമേഷൻസ് മനസ്സിലാക്കി ഡിറ്റർമിൻ ചെയ്ത് അത് റെക്കോർഡ് ചെയ്യാം. അതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ജോലിക്ക് വേണ്ട ആവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും, ഒരു ജോലിയെ സംബന്ധിക്കുന്ന ഒരു പർട്ടിക്കുലർ ജോലിയെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ. ജോബ് അനാലിസിസ് എന്താണെന്ന് മനസ്സിലായോ? വായിച്ചു നോക്കുക സെന്റൻസ്. ജോബ് അനാലിസിസ് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന ആ ടോപ്പിക് തുടങ്ങി ഒന്ന് വായിക്കുക. കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ നേരത്തെ വായിച്ചു. ജോബ് അനാലിസിസിനകത്ത് വരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഇറ്റ്സ് എ റിട്ടൺ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു എഴുതി തയ്യാറാക്കിയ ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്തിനെ സംബന്ധിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ദ ജനറൽ ടാസ്ക് ഓർ റിലേറ്റഡ് ഡ്യൂട്ടീസ് ആൻഡ് ഓൾസോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പൊസിഷൻ. ഒരു ജോലിക്ക് ഒരു പൊസിഷനിൽ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലി സ്ഥാനം, ആ സ്ഥാനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ആൾക്ക് ആ സ്ഥാനത്ത് ഇരുന്ന് എന്തൊക്കെ ഡ്യൂട്ടീസ്, കടമകളുണ്ട്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്, എന്തൊക്കെ കോമൺ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യണം, അതിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം, അതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ടീച്ചറിന്റെ ജോലിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി എങ്ങനെയാ ചെയ്യേണ്ടത് ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും അല്ലെ, ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അതറിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് ക്ലാസ്, നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഇതിന്റെ ഇത് നോട്ട്സ് അവൈലബിൾ ആണ്, കുട്ടികൾക്ക് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, നമ്മളത് ക്ലാസ്സിൽ അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഓൺലൈൻ ആണ്. പിന്നെ അതിനെ സംബന്ധിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് ഓരോ ക്ലാസ് കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ആ ഒരു ഇതിനെ കുറിച്ച്, ആ ഒരു പൊസിഷനെ കുറിച്ച് സകലമായ കാര്യങ്ങളും എന്ത് ചെയ്യുക, റിട്ടൺ അക്കൗണ്ട് ആയിട്ട് എഴുതി ഇങ്ങനെ വെക്കുക. കാരണം എന്താ എഴുതി വെക്കുന്നത്, ഞാൻ അങ്ങനെ മനസ്സിലാക്കി ഞാനിവിടെ കയറി ആ രീതിയിൽ ക്ലാസ് എടുക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേറൊരാൾ എന്നിട്ട് പറഞ്ഞിട്ട് ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് എന്ന് മാറ്റി പറയാലോ അല്ലെ. എഴുതി വെച്ചതാണ് മാറ്റാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഒരു പ്രൂഫാണ്, ആ പ്രൂഫായിട്ട് നമുക്ക് അവിടെ കൊണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ എല്ലാവർക്കും വരുന്നതും കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട്
എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇല്ലേ നമ്മളിപ്പോ ജോലിക്കൊക്കെ അപ്പോയിന്റ്മെന്റ് ഓർഡർക്ക് വരുമ്പോഴില്ലേ എന്ത് കിട്ടുമെന്ന് അറിയാം, അതിന്റെ കൂടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടും ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ആ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറിനകത്ത് ഉണ്ടാവും ഇന്ന്. ഓക്കെ, അപ്പൊ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ജോലി ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് എന്നുള്ളത് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വിവരണം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ എന്താ ജോലിനെ കുറിച്ചുള്ള വിവരണം. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അത്ര ഓർത്താൽ മതി. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റും അതിനകത്ത് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പോയ എഴുന്നേറ്റ് എല്ലാവരും. ഹലോ, മറുപടി പറയുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഓക്കെ, യെസ്. ചുമയുള്ളതുകൊണ്ട് ഡിസ്റ്റർബൻസ് ആണല്ലേ, സോറി ട്ടാ. ചുമ ഇതുവരെ നോക്കിയിരുന്ന ചിലപ്പോ പറ്റില്ല. ഓക്കെ, യെസ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റത്തെ സ്റ്റെപ്പ് ആണ് ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കലാണ്. അപ്പൊ ഇവിടെ ഈ സ്റ്റെപ്പിൽ നമ്മുടെ മുന്നെടുത്ത സ്റ്റെപ്പുകളുടെ ഒക്കെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. മുമ്പിൽ നമ്മൾ കുറെ എത്ര ആൾക്കാർ വേണം, അതിന് ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നിശ്ചയിച്ചു, പ്ലാൻ ചെയ്തു, ഒരു ഡിസൈഡ് ചെയ്തു, ഒരു ഗോൾ എയിം ചെയ്തു അല്ലെ. അടുത്തതിൽ നമ്മള് എന്താ പറയാ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് നടത്തി, എസ്റ്റിമേഷൻ ഇവാലുവേഷൻ നടത്തി, ഓർഗനൈസേഷൻ മാൻ പവർ നീഡ്സിന്റെ ഒരു ഇവാലുവേഷൻ നടത്തി, അതിനുശേഷം ഓഡിറ്റിംഗ് നടത്തി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഓഡിറ്റിംഗിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഒരു ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റ്സിന്റെ പ്ലാൻ, ജോബ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി. ഈ മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളുടെയും ഒരു ഇംപ്ലിമെന്റേഷൻ, ഒരു നടപ്പിലാവുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എത്ര പേരെ വേണം, എങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ തീരുമാനിച്ചു വെച്ച് ഇനി ആ തീരുമാനം വെച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതിയോ കഴിഞ്ഞെത്തി പറ്റില്ല. വി ഹാവ് ടു ഫൈൻഡ് ദ എംപ്ലോയീസ്. നമ്മളുടെ ജോലിക്ക് ഫിറ്റായ ആൾക്കാരെ ഇനി കണ്ടുപിടിക്കണം, ഇറങ്ങണം, പുറപ്പെടണം ആൾക്കാരെ കണ്ടുപിടിക്കാൻ. സോ അത് എവിടെ നിന്നൊക്കെ കിട്ടും? ഐദർ വി ക്യാൻ ചൂസ് ഓർ ഹയർ ഫ്രം ദ ലേബർ സപ്ലൈ. എന്ത് ചെയ്യാം, നമുക്ക് ഇവരെ വേണമെങ്കിൽ നമുക്ക് ഹയർ ചെയ്യാം. ഹയർ ചെയ്യാമെന്നത് HRD ഹയർ, നമ്മൾ അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് പൂർണ്ണമായിട്ട് അവരെ വാങ്ങിക്കുകയല്ല, കാശ് കൊടുത്ത് അവരെ സേവനമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. റിലീവ് അല്ലെ, നമുക്ക് എപ്പോഴാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് റിലീവ് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് വരെ എടുക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷന് പറ്റുന്ന ആളല്ലാന്ന് തോന്നുകയെന്ന് ചിലപ്പോൾ അവിടെ നിന്ന് ലേ ഓഫ് ചെയ്യും അല്ലെ, മാറ്റാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് പറ്റുന്ന ലേബറേഴ്സിനെ ഇവിടെ കണ്ടെത്താൻ സാധിക്കും. എംപ്ലോയീസിനെ ലേബർ സപ്ലൈ മാർക്കറ്റുകളൊക്കെ ഉണ്ടെന്ന് അല്ലെ, തൊഴിലാളികളിലേക്ക് കൊടുക്കുന്ന മാർക്കറ്റുകളുണ്ട്. അതിൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഉള്ള ഓർഗനൈസേഷനിൽ തന്നെയുള്ള എംപ്ലോയീസിനായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി മറിച്ചൊക്കെ ആ ഗ്യാപ്പ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ ഒരു ടീച്ചർ ഇപ്പൊ ഇവിടെ ഒഴിവായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മളുടെ ടീച്ചേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും നമ്മൾ അല്ലെ. വെറുതെ ഇതിനെ പുറത്തുനിന്ന് വേറൊരാളെ ഇനിയുള്ള ഒരു സാലറിയോട് കൊടുത്തിരുന്നത് അങ്ങനെയൊക്കെ എല്ലാ ഓർഗനൈസേഷൻസും തീരുമാനിക്കും അല്ലെങ്കിൽ ചിന്തിക്കും. കാരണം മാക്സിമം നമ്മൾ ഓർഗനൈസേഷൻ അതിന്റെ എന്താ പറയാ മിനിമം കോസ്റ്റ്, ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ മാക്സിമം പ്രോഫിറ്റ്, അതാണ് മിനിമം ആൻഡ് മാക്സിമം. മിനിമം കോസ്റ്റുകൾ ചെലവാക്കി മിനിമം ചെലവുകൾ ഉണ്ടാക്കിയിട്ട് മാക്സിമം പ്രോഫിറ്റിലെത്താനാണ് ഏത് ഓർഗനൈസേഷനും ഇന്ന് മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയല്ലേ? ഞാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി അഡോപ്റ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ എന്റെ ലക്ഷ്യം മാക്സിമം പ്രോഫിറ്റ് ആണ്. ഇത് രണ്ടും ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മറ്റ് ഓർഗനൈസേഷനിൽ നിന്ന് നമുക്കൊരു വേറിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഡിസിഷൻ ഹാവ് ടു ബി ടേക്കൺ വെദർ ദ പീപ്പിൾ ഓർ ദ എംപ്ലോയീസ് ഹാവ് ടു ബി ഹയർഡ് ഫ്രം ദ ലേബർ മാർക്കറ്റ്. ലേബർ സപ്ലൈയിൽ നിന്ന്, ലേബർ മാർക്കറ്റിൽ നിന്ന് ആൾക്കാരെ എടുക്കണോ, അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ തന്നെ എടുക്കണോ, അല്ലെങ്കിൽ ത്രൂ പ്രൊമോഷണൽ ചാനൽസ്, മീഡിയാസിലൊക്കെ അഡ്വർടൈസ് ചെയ്തിട്ട്, ഏതാണ് പ്രൊമോഷണൽ ചാനൽസ് എന്ന് ഉദ്ദേശിക്കണേ, മനസ്സിലായോ? മീഡിയാസിലൊക്കെ പബ്ലിഷ് ചെയ്തു, പുറത്തുനിന്ന് എവിടെ ഇന്ന വേക്കൻസി ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അങ്ങനെയും ആപ്ലിക്കേഷൻസ് വരും അല്ലെ.
ഇങ്ങനെയൊക്കെ ഏത് മാർഗത്തിൽ കൂടിയാണ്, അതാണ് ഇവിടെ ഈ പ്ലാനിങ് എല്ലാം നടപ്പിലാക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? അത് കണ്ടെത്തുന്ന രീതി. അപ്പൊ കണ്ടെത്തി കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ ഈ പ്ലാൻ ചെയ്ത ഡിസൈഡ് ചെയ്യുന്ന രീതികളൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ക്ലോസ് ആകുന്നു, എൻഡ് ആകുന്നു. ഓക്കെ, ആൻഡ് ഈ പറയുന്ന രീതി ഏത് തന്നെ അവിടെ എടുത്താലും ദ ബെസ്റ്റ് പോളിസി, ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് അറിയാമോ? മിക്കവാറും ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹയർ വേക്കൻസീസ് എന്ന് വെച്ചാൽ മുകളിലുള്ള നിലയിലുള്ള വേക്കൻസീസ് ഒക്കെ വരില്ലേ, ടോപ്പ് ലെവലിലുള്ള വേക്കൻസീസ് ഒക്കെ വരുന്ന സമയത്ത് താഴെയുള്ള ലെവൽസിൽ നിന്ന് പ്രൊമോഷൻസിലൂടെ, താഴെയുള്ളവരിൽ നിന്ന് പ്രൊമോഷൻസിലൂടെ എന്ത് ചെയ്യുന്നു, മുകളിലത്തെ ടോപ്പ് ലെവലിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ ലോവർ ലെവലിൽ വേക്കൻ്റ് ആക്കാൻ നേരം പറ്റുമല്ല, ലോവറിൽ നിന്ന് മുകളിലേക്ക് കയറ്റി വിട്ടല്ലോ പ്രൊമോഷൻസിലൂടെ. സോ ദാറ്റ് എന്ത് പറ്റും, ലോവർ ലെവലിൽ വേക്കൻസി വരും. ദാറ്റ് ക്യാൻ ബി ഫിൽഡ് ഫ്രം ദ സപ്ലൈ ഫ്രം ലേബർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട്, എന്ന് വെച്ചാൽ താഴെ തട്ടിലുള്ളവരെ ഏറ്റവും എന്താ പറയാ പുറത്തുനിന്ന് ലേബർ മാർക്കറ്റിൽ നിന്നൊക്കെ ആളുകളെ, ജോലിക്കാരെ കണ്ടെത്തുന്നു. അതേസമയം നിലവിലുള്ള ഓർഗനൈസേഷനിലെ ഹയർ പൊസിഷനിലൊക്കെ വേക്കൻസീസ് വരുമ്പോൾ അത് ഫിൽ ചെയ്യുന്നത് ഇവിടെയുള്ള താഴെ ലോവർ ലെവലിലുള്ള സ്റ്റാഫുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അതാണ് സാധാരണ ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു പോളിസി. അതൊരു ബെസ്റ്റ് പോളിസി കൂടിയാണ്. കണ്ടിട്ടില്ലേ, സ്കൂളുകളിലൊക്കെ അങ്ങനെയാണ് ടീച്ചേഴ്സിനെയൊക്കെ. ഈ കോഴ്സ് എന്ന് പറയുന്നതിന്റെ ശരി, ഈ ചാപ്റ്ററിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ കുറിച്ച് മാത്രമായതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ HRM കോഴ്സിലുണ്ട്. യെസ്, അതുണ്ട് ഡീറ്റെയിൽ. അത് മൊത്തം എംപ്ലോയീസിനെ സംബന്ധിച്ച കാര്യമാണ്. ഇതിന്റെ ഒക്കെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ്. ഈ പറയുന്ന കാര്യം കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് അവിടെ HRM കോഴ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ്, ഇതാണ് ഒരു ബെസ്റ്റ് പോളിസി. ഞാൻ ഉദാഹരണം പറഞ്ഞു വന്നത് ടീച്ചേഴ്സിന്റെ കാര്യം. അതായത് സ്കൂളുകളിലൊക്കെ എന്താ പറയാ ഇതുപോലെയുള്ള വേക്കൻസീസ് വരുമ്പോ, എയ്ഡഡ് സ്കൂളുകളിലൊക്കെ എന്താ പറയാ വേക്കൻസീസ് വരുമ്പോ അവര് ഹൈസ്കൂളിലെ ടീച്ചേഴ്സിന്റെ വേക്കൻസി ആണെങ്കിൽ ഇപ്പൊ ഈ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള UP-ലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർ കുറച്ച് എക്സ്പീരിയൻസ്ഡും ആണ്. ആൻഡ് മാത്രമല്ല അവർക്ക് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് UP-ലേക്ക് ആളുകളെ ആവശ്യമുണ്ട്, വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് ആണ് കാണിക്കുക. അപ്പൊ അവർക്ക് അത് എവിടെ നിന്നാണോ ഫില്ല് ചെയ്ത് കിട്ടുന്നത് ആ രീതിയിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു. മനസ്സിലായോ പറഞ്ഞത്? ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ, അതാണ്. ക്ലിയർ? അപ്പൊ ഈ പറയുന്ന 5 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ 5 സ്റ്റെപ്പിന്റെ മെയിൻ പോയിന്റ്, ദാറ്റ് മീൻസ് ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. ഒന്നാമത്തെ, ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ മാൻ പവർ നീഡ്സ്, ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്, to plan job requirements and job description, and the last one, to develop a human resource plan. ഈ 5 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ അണ്ടർലൈൻ ചെയ്യേണ്ടത് പറയാം. സ്കിൽസ് ഇൻവെന്ററി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സ്കിൽസ് ഇൻവെന്ററി കൺസിസ്റ്റ് ഓഫ് ഡാറ്റ. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. സ്കിൽസ് ഇൻവെന്ററി കൺസിസ്റ്റ് ഓഫ് അസെൻഡൻസ് കേട്ടോ. എല്ലാവരും ചെയ്യണില്ലേ? ഉറങ്ങിപ്പോയി ആരെങ്കിലും? സ്കിൽസ് ഇൻവെന്ററി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. എല്ലാവരും അവിടെ തന്നെ ഇല്ലേ? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയാമല്ലോ. ഓക്കെ, യെസ്. 3-ാമത്തെ പോയിന്റിലാണ് സ്കിൽസ് ഇൻവെന്ററി കിടക്കുന്നത്. അതാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. അടുത്തതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്താ? ജോബ് അനാലിസിസ്. പോയിന്റ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ജോബ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് അവസാനിക്കുന്നിടം വരെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ആ ഒരു സക്സസ്ഫുള്ളി എന്ന് പറയുന്ന വേർഡിൽ അവസാനിക്കേണ്ടത് അതുവരെ. അണ്ടർലൈൻ ചെയ്തോ? അടുത്തത് JD, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ JD ഈസ് എ റിട്ടൺ അക്കൗണ്ട്. അത് അണ്ടർലൈൻ ചെയ്യാം. job description or JD. Next one, the best policy followed by most. 5-ാമത്തെ പോയിന്റിലെ ലാസ്റ്റ് സെന്റൻസ്. സാധാരണ മിക്ക ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഹയർ വേക്കൻസീസ് പ്രൊമോഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്ന. ലോവർ ലെവൽ പൊസിഷനിലുള്ള റിക്രൂട്ട്മെന്റുകൾ ലേബർ മാർക്കറ്റിൽ നിന്ന് നടത്തുന്നു. ക്ലിയർ? ബെസ്റ്റ് പോളിസി എന്നുള്ള സെന്റൻസ് ആണ്.
5 പോയിന്റും പിന്നെ അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ക്ലിയർ ആയല്ലോ. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു കേട്ടതും അതുപോലെ തന്നെ നിങ്ങളുടെ വായനയും കൂടി ഒപ്പമാകുമ്പോഴാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ വായിക്കണം. ഞാൻ വായിക്കില്ല, ബിക്കോസ് വായിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ വായിച്ചിട്ടാണല്ലോ അത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഞാൻ വായിച്ച് മനസ്സിലാക്കി വെച്ചതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾ ഒന്ന് വായിക്കുക. കാരണം നിങ്ങൾ വായിക്കില്ല അല്ലെങ്കിൽ എന്താ പറയാ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിക്കുന്ന പോലെ പഠിക്കും. അത് വെച്ചില്ല. അത് എനിക്ക് എന്താ പറയാ ഇച്ചിരി ഇതുള്ള കാര്യമാണ്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് വായിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. മാൻ പവർ പ്ലാൻ കമ്പോണന്റ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇന്ന് വായിച്ചത് ഇന്ന് പഠിച്ചത് മുഴുവനും നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? യെസ് എന്നൊക്കെ ഒന്ന് പറ. ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തു. രസം ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഒരു ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരു സൗണ്ട് ഇടയ്ക്കൊക്കെ ആരുമില്ലേ സൗണ്ടിൽ പറയണ? സുഖമാണ് എല്ലാവർക്കും? ഓക്കെ ആണ്, വെരി ഗുഡ്. അതെ, അങ്ങനത്തെ സൗണ്ട് കുറച്ച് വ്യത്യസ്തമായ സൗണ്ട് ബാക്കിയെല്ലാം കേൾക്കട്ടെ. ഇത് ഇങ്ങനെ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറിന്റെ സൗണ്ട് തെറ്റല്ലേ കേട്ടോണ്ടിരിക്കണേ. ആ ക്ലാസ് കഴിയുമ്പോഴും ബിഗിനിങ്ങിൽ ഒരു വേറിട്ട ശബ്ദം കൂടി കേൾക്കുന്നത് നല്ലതല്ലേ? അല്ലേ? സ്വീറ്റ് വോയിസ് ഒക്കെ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. നമ്മുടെയൊക്കെ സൗണ്ടിനേക്കാൾ മനോഹരമായ സൗണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വെരി ഗുഡ്. അതാണ് കേൾക്കണ്ടേ. ഓക്കെ ഓക്കെ, സി യു. അടുത്ത ദിവസം കാണാം. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോ ഇടയ്ക്കൊന്ന് കയറണമെന്നുണ്ട്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ആരുടെയെങ്കിലും അവിടെ നിന്ന് ഒരു ഇച്ചിരിയൊക്കെ വാങ്ങിച്ച് കയറണമെന്നുണ്ട്. കാരണം പോർഷൻസ് ഒക്കെ ഇത് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഐ തിങ്ക് നമുക്ക് പറഞ്ഞു തരുമ്പോ അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കിയിട്ട് വരെ. ഓക്കെ, സോ സി യു. എനിവേ, താങ്ക് യു. Okay, thank you, ma'am. Thank you.